ഹലോ ഫ്രണ്ട്സ്, നന്നു മുന്നി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി എന്ന് പറയാനായിട്ട് നല്ലൊരു മധുരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാവരും വീടുകളിൽ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു ബട്ടർ പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ടിന്ന് വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അങ്ങ് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കത്രിക കൊണ്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടാവുന്നതാണ്. അതിനുശേഷം ആ ബട്ടർ പേപ്പർ, വെട്ടിയ ബട്ടർ പേപ്പർ, ഇതിനകത്ത് നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും തൂക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ കേക്കിനൊരു കളർ വേണ്ടേ, അപ്പോൾ അതിന് നമുക്കൊരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യാം. ഇത് നമ്മളിനി ചെറിയ ചൂടോടുകൂടി അടുപ്പത്ത് തീ കുറച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ വയ്ക്കുക. ഇനി പഞ്ചസാര ചെറു ചൂട് കൊള്ളുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു ബ്രൗൺ കളറ്, ശരിക്കും പറഞ്ഞൊരു ഗോൾഡൻ കളറ് വരും. അപ്പോഴേക്കും നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കാരമലൈസ് ചെയ്യുക. നല്ലതുപോലെ ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ. ഈ ഗോൾഡൻ കളറ് ഫുള്ളായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാം. അധികം കരിച്ച് കളയണ്ട കേട്ടോ. അധികം കരിച്ച് കഴിഞ്ഞാൽ കേക്കിന് പേടിക്കൊന്നും വേണ്ട. പിന്നെ അതവിടെ ഇരുന്നൊന്ന് പയ്യെ ആവട്ടെ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതെല്ലാ വീടുകളിലും അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാവുന്ന എളുപ്പത്തിനുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഇത് റെഡിയായി. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം, ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലാണ് എല്ലാം ചെയ്യുന്നത്. ഇനി നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് മൈദക്ക് ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. ആ പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ആ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഈ മിക്സിയിലിട്ട് ഈ ജാറിലിട്ട് മുട്ടയുമായിട്ട് അടിച്ച് നമ്മൾ ചേർക്കണം. ഈ 2 മുട്ടയോടുകൂടി മുട്ട അടിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ പൊടിച്ചത്. ആ പൊടി മുഴുവൻ ഇതിലിട്ട് നന്നായിട്ട് എല്ലാം കൂടി അടിച്ചെടുത്തു. ഇനി ഇതിനകത്തേക്ക് ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സാധാരണ നെയ്യ് അതൊരു 1/4 ഗ്ലാസും കൂടി ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക. ഈ 1/2 ഗ്ലാസ് സൺഫ്ലവറും 1/4 ഗ്ലാസ് നെയ്യും കൂടി ചേർത്തിട്ട് ഈ 2 മുട്ടയും 1 ഗ്ലാസ് പഞ്ചസാര അടിച്ചതിലേക്ക് ഈ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിക്കുക വേണം കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂൺ നെയ്യും കൂടി, 1/4 ഗ്ലാസ് നെയ്യ് അതും കൂടി ചേർക്കുക. നമുക്കിനി അടിക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി നമ്മൾ ചേർക്കുകയാണ് കേട്ടോ.
വീണ്ടും നമ്മളൊന്ന് അടിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മൈദയിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടണം. അതിൻ്റെ കണക്ക് ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ ഈ സ്പൂണിന് 1/2 സ്പൂൺ, ബേക്കിംഗ് പൗഡർ ഈ സ്പൂണിന് 3/4 സ്പൂൺ. അപ്പോൾ ബേക്കിംഗ് സോഡ 1/2 സ്പൂണും ബേക്കിംഗ് പൗഡർ 3/4 സ്പൂണുമാണ് നമ്മൾ 2 ഗ്ലാസ് മൈദയിലേക്ക് ചേർക്കേണ്ടത്. അത് മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന 3 പ്രാവശ്യം അരിച്ചു വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ ഇതെല്ലാം കൂടി നമ്മൾ കുറച്ചിട്ട് ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കണം. ഒത്തിരി അടിക്കണ്ട കേട്ടോ, കുറച്ച്. ഇനി ഇതിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാര നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത് നമ്മൾ ഒഴിക്കുന്നത് കേക്കിന് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇനി ജാറിൽ അടിച്ചു വെച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കറക്റ്റ് കേക്കിൻ്റെ. കേക്കിൽ ഞാൻ എൻ്റേതായ രീതിയിലൊരു ടേസ്റ്റ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും കടകളിൽ കിട്ടും കസ്റ്റേർഡ് പൗഡർ, അതൊരു സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മിൽക്ക് പൗഡർ അതും ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ബാക്കി വന്ന കാരമൽ അതും കൂടി ചേർക്കുക. ഇനി ഒന്ന് കുഴച്ച് കേക്കിൻ്റെ മിശ്രിതം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇടണം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ കാഷ്നട്ട്, ബദാം, മുന്തിരി, ഇത് ഈന്തപ്പഴം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, അധികമൊന്നും വേണ്ട. അത് ഏകദേശം ഒരു കപ്പ് വരെ നമുക്ക് ചേർക്കാം കേട്ടോ. 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ്, അത്രയും ടേസ്റ്റാണ്. ഫ്രൂട്ട്സ് കൂടുന്തോറും കേക്കിന് നല്ല ടേസ്റ്റാണ്. ഈ ഫ്രൂട്ട്സ് നമ്മൾ നേരിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിയിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മൈദയുമായിട്ട് കൂട്ടി ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ അതിപ്പോൾ ഒന്ന് ഞാൻ കാണിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മൈദ ഈ ഫ്രൂട്ട്സിലേക്ക് ഇടുക. ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു സ്പൂൺ മൈദ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്യുക. കാരണം എല്ലായിടത്തും കൂടി ആ മൈദ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൽ വീണ് കിടക്കും. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് പയ്യെ ഒന്ന് കൂട്ടി ചെയ്യുക. അധികം ചെയ്യണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ ചെയ്യുക. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒത്തിരി അങ്ങോട്ട് ഇളക്കി കണ്ടമാനം അങ്ങോട്ട് ഇളക്കി കളയണ്ട. നമുക്ക് വീട്ടിൽ ചെയ്ത് കഴിക്കാവുന്ന കേക്കല്ലേ, അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ഭംഗിയും കൂടി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ അങ്ങ് താഴേക്ക് പോകും. ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തും വരും. ആ രീതിയിൽ ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇടാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ പരി. ഏകദേശം തീരാറായി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഗ്യാസ് അടുപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഓവണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓവൻ്റെ ആവശ്യമേ ഇല്ല. അത് സാധാരണ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഓവൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രങ്ങൾ ഹീറ്റായി കൊള്ളുക. ഹീറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത് വയ്ക്കുക. ഇനി ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ വെക്കണമെന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ തന്നെ പറയാം. ഈ 2 പാത്രത്തിലാണ് ഞാൻ കേക്ക് റെസിപ്പി ഇടുന്നത്. ഇതിൽ 2ലും ബട്ടർ പേപ്പർ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, ആ 2 ബട്ടർ പേപ്പറും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. 5 മിനിറ്റിന് മുമ്പ് ഞാൻ അടപ്പ് ഓൺ ചെയ്തു ഓരോ പാത്രം വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്താണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്.
നമ്മൾ ഓവനില്ലല്ലോ, നമ്മൾ സാധാരണ വീട്ടമ്മമാർക്കും എല്ലാ കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റിന് മുമ്പ് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് ഓരോ പാത്രങ്ങൾ വെച്ചു. അതിനുശേഷം നമ്മൾ കേക്ക് ടിൻ അതിലേക്ക് വെക്കാവുന്നതാണ്. അതിന് മുമ്പ് കേക്ക് ടിന് 2 കൊട്ട്, അതും വേണ്ട, 2 കൊട്ട് അത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. സാധാരണ നമുക്ക് എല്ലാ വീടുകളിലും ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിനുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വരെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്? ഇത് ആയി കഴിയുമ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് എളുപ്പത്തിന് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനല്ലേ, വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ വെറൈറ്റി ആയിട്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് നല്ല എളുപ്പത്തിന് ചെയ്യാവുന്ന കേക്കാണ്. അടുപ്പം നമ്മൾ സിമ്മിലാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം സിമ്മിൽ വെച്ച് ഒരു 3/4 മണിക്കൂർ നേരം നമ്മളിത് വേവിക്കണം. 3/4 വേണ്ടി വരില്ല, അപ്പോഴേക്കും നമുക്കൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മളൊരു ടൂപ്പിക്കുണ്ടോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കുക. അത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ തീ ഏറ്റവും കുറവിൽ സിമ്മിലിട്ടിരിക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് കേക്കായോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു 1/2 മണിക്കൂർ മതി. നമ്മൾ സിമ്മിലാണല്ലോ തീരുന്നത്. പിന്നെ നമ്മളൊരു ഡെക്കറേഷൻ പോലെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഇതിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വേഗം ഓഫ് ചെയ്യുക. രണ്ടും ആയിട്ടില്ല കേട്ടോ. കേക്ക് റെഡിയായി. ഇനി ഉടനെ തന്നെ നമ്മളിത് താഴേക്ക് എടുത്ത് മാറ്റിക്കൊള്ളണം, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ കേക്ക് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഇത് നല്ലതുപോലെ തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് നമുക്ക് എടുക്കാം. അത് നല്ലതുപോലെ തണുക്കട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേക്ക്. എങ്ങനെയുണ്ട് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടില്ലേ? ഏറ്റവും സിമ്പിളായ കേക്കാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുമെന്ന് പറയാം. കാരണം നല്ല മധുരമുണ്ട്, എല്ലാം ഉണ്ട്. ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന കേക്കാണ്. അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ കഴിക്കണ്ട കേട്ടോ. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റ് വീണ്ടും കൂടും. കാരണം ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇളക്കം പോലെ ചെയ്യുക കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. നല്ല സൂപ്പറായിട്ടിരിപ്പില്ലേ? ഇതെല്ലാവരും വീട്ടിലും ട്രൈ ചെയ്യുക. എളുപ്പമാണ്. ഇനി നല്ല സോഫ്റ്റായിട്ടാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനത് കട്ട് ചെയ്ത് വീണ്ടും കാണിക്കാം കേട്ടോ. ശരിയാണ്, നമുക്കിനി കട്ട് ചെയ്യാം. കണ്ടോ എന്തുമാത്രം സോഫ്റ്റാണെന്ന് നോക്ക്. ഇതാണ് നമ്മുടെ കേക്ക്. കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കേക്ക്. സൂപ്പറായിട്ടില്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന കേക്കാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെടണം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.